ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്നൊക്കെ കുറച്ച് എനിക്ക് വേദമൊക്കെ ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ വേദനകൾക്കും വിഷമങ്ങൾക്കും ഒക്കെ ഒരു അറുതി വന്ന പോലെ ഉണ്ട്. ഇന്നലെയും കൂടിയും എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചുണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കായിരുന്നു. കാരണം പനിയുടെ ശക്തി കൊണ്ട് ചുണ്ടിൻ്റെ തോലൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചു, എനിക്ക് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ഇട്ടു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, വിഷമിക്കരുത്, ഇത്രയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ വിഷമങ്ങൾ അവൾക്ക് ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. മറ്റൊരാളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തെന്നെ ആയിട്ടും കാര്യമില്ല കേട്ടോ. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു പിടിച്ച് നമ്മൾ ഉത്രാളിക്കാവ് പൂരത ഇവിടെ എത്തി. നാളെ ഉത്രാളിക്കാവ് പൂരാണ്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലേക്ക് ഹാർദ്രമായ സ്വാഗതം. അപ്പം എല്ലാവരും എത്തിക്കോളുണ്ടോ. കുറേ സദ്യ കാര്യങ്ങളൊന്നും ഞാൻ ഒരുക്കണില്ല, കാരണം സുഖമില്ലായ്മയിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സദ്യ ഒന്നും ഒരുക്കണമെന്നില്ല കേട്ടോ. പറ്റിയൊരു പായസം വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെ പോട്ടെ. എൻ്റെ പേര് ജ്യോതി. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരിക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എൻ്റെ പേര് ജ്യോതി. എൻ്റെ വീട് വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറ മാരാത്തുകുന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ രുതിര മഹാകാളിക്കാവ് എന്ന ഉത്രാളിക്കാവിലേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് പാടത്ത് കൂടെ നടന്ന് പോവാം, റെയിൽ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പോവാം. അതുപോലെ തന്നെ നമുക്ക് റോഡിലൂടെയും, അതായത് ഷൊർണൂർ റോഡിലൂടെയും പോവാം കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയും മനോഹാരിതയായ ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. ചുറ്റും പാടങ്ങളാലായിട്ട് നടുവിൽ ക്ഷേത്രം, അതുപോലെ തന്നെ ബാക്കിൽ ഒരു ട്രാക്കും ആയി. കാണുമ്പോൾ തന്നെ ദൂരെ നിന്നും അഴകിൻ്റെ ഉത്രാളി എന്ന് നമ്മൾ പേര് പറയുന്നത് പോലെ തന്നെയാണ് കാണാൻ ഭംഗിയുള്ള ഉത്രാളിക്കാവ് കേട്ടോ. മഴക്കാലത്തിൻ്റെതായ ഒരു ഭംഗി, വേനൽക്കാലത്തിൻ്റെതായ ഒരു ഭംഗി, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുകാലത്ത് അതിൻ്റെതായ ഒരു ഭംഗിയിൽ ഈ മൂന്ന് കാലാവസ്ഥകളിലും നമ്മുടെ ഉത്രാളിക്കാവിനെ മനോഹാരിതയാക്കിയിട്ട് കാണുന്ന കാഴ്ച വളരെ നല്ല തന്നെയാണ് കേട്ടോ. അപ്പം മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നടക്കുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നടന്ന് അതുകൂടെ നടുക്കൂടെ നമുക്ക് ഉത്രാളിക്കാവിലേക്കുള്ള വഴിയും ചിലപ്പോൾ വെള്ളം നിൽക്കാം. അങ്ങനെയായി ഉത്രാളിക്കാവിൽ നമുക്ക് കാണാൻ അതൊരു ഭംഗിയാണ്. മഞ്ഞുകാലത്തും അങ്ങനെയൊക്കെ തന്നെ, അതായത് പച്ചപ്പ് നിറഞ്ഞ പാടും കാര്യങ്ങളുമായിട്ട് കാണുമ്പോൾ അതൊരു ഭംഗി. ഈ വേനൽക്കാലത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പൂരത്തിനായി ഒരുങ്ങി കിടക്കുന്ന പാടശേഖരങ്ങളിൽ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഈ വേനൽക്കാലത്ത് കാണുമ്പോൾ നമ്മൾ പൂരത്തിൻ്റെ വെടിക്കെട്ടിനും അതുപോലെ തന്നെ ആനപ്പൂരങ്ങളുടെ, അതായത് കൂട്ടി എഴുന്നള്ളിപ്പിനും എല്ലാമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഉത്രാളിക്കാവ് എന്ന് പറയുമ്പോൾ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്കക്കാട് ദേശത്തിൻ്റെയും അതുപോലെ തന്നെ കുമരനെല്ലൂർ ദേശത്തിൻ്റെയും പന്തൽ കാഴ്ചകൾ രണ്ട് സൈഡിലും നമുക്ക് അമ്പലത്തിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വടക്കാഞ്ചേരിയുടെ പന്തല് നമുക്ക് വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ, അതായത് ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ ആയിട്ടാണ് 3 ദേശക്കാരാണ് പൂരം കൊണ്ടാടുന്നത്. അതായത് ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരി, എങ്കക്കാട്, കുമരനെല്ലൂർ 3 ദേശങ്ങളും കൂടിയിട്ടുള്ളതാണ്. 3 ദേശങ്ങളും ഒന്നിനൊന്ന് മെച്ചമായി ആരാണ് മുൻപന്തി എന്ന രീതിയിൽ പൂരം കേമമാക്കാനായിട്ട് ശ്രമിക്കും. 3 കൂട്ടർക്കും വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ടിന് അനുമതി കിട്ടിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് ഞായറാഴ്ച ഉണ്ടായിരുന്നു. ഇനി നാളെ പൂരം ദിവസം പകൽ ഒരു കൂട്ടർക്ക്, രാത്രി ഒരു കൂട്ടർക്ക്, അതായത് പുലർച്ചയ്ക്ക് ഇട്ടാ അങ്ങനെ വെടിക്കെട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആനകൾ, 3 ദേശക്കാരുടെയും ആനകളെ കൂട്ടി എഴുന്നള്ളിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം പൊങ്ങലടി എന്ന് പറയും. മഞ്ഞളും ഇതൊക്കെ കൂടി ഇടിച്ചിട്ട് നമ്മൾ പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതും എല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ.
അപ്പം നമ്മൾ സ്ത്രീകൾക്ക് പൂരപ്പറമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും തിക്കിലും തിരക്കിലൊക്കെ പോയിട്ട് ഈ പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പിന്നെ പൂഴി താഴെ വീഴാത്ത രീതിയിൽ പൂരം കാണാനായിട്ട് അത്രയും ജനങ്ങളുടെ തിരക്കും തിരക്കെ തന്നെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊക്കെ അത് കാരണം നമ്മൾ പൂരപ്പറമ്പിലിരിക്കുന്ന ആ സമയത്തൊന്നും പോവില്ല. അടുത്തുനിന്ന് പോകുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ പോകാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൂരങ്ങളുടെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും പങ്കുവയ്ക്കുകയെന്ന് മാത്രം. അപ്പം ഞാൻ ഈ 2-3 ദിവസമായിട്ട് ഇങ്ങനെ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മൂമ്മനെ ഞാൻ ശരിക്കും മിസ് ചെയ്ത വിഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറയാറുണ്ട്, ഞാൻ അങ്ങനെ സുഖമില്ലാതെ കിടക്കാറില്ല. എങ്ങനെ സുഖമില്ല എന്ന് വെച്ചാലും ഞാൻ കിടക്കാറില്ല. കാരണം എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ പണികൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അത്രമാത്രം വയ്യാതെ അതിലാണ് ഒന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ ആരോടും ഇല്ലാതെ പണികളെല്ലാം കഴിച്ചു വെച്ചിട്ട് ഞാൻ മെല്ലെ വന്ന് കിടന്നു കഴിഞ്ഞാൽ എന്നെ കുറച്ച് സമയം കണ്ടില്ല എന്ന് കണ്ട എൻ്റെ അമ്മൂമ്മ മെല്ലെ എൻ്റെ റൂമിലേക്ക് വരും കേട്ടോ. മെല്ലെ വന്നിട്ട് കട്ടിൻ്റെ മുകളിലിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കുക വെച്ചാൽ എൻ്റെ കാക്കലിങ്ങനെ ഇരിക്കും. കാക്കലിരുന്നിട്ട് എൻ്റെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ തലോടും ഇരുന്നിട്ട്. അങ്ങനെ തലോടിയിട്ട് അമ്മൂമ്മ ഊതും, കണ്ണിന് ഊതും, എണ്ണ ഊതും, അതുപോലെ തന്നെ കൊതിക്ക് ഊതും. അതൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് അറിയാം. അപ്പം അമ്മൂമ്മ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു തരും. അപ്പം എന്തായിട്ട് അസുഖമായിട്ട് കിടക്കണമെന്നുള്ളത് അമ്മൂമ്മയ്ക്ക് അറിയില്ല. ചെവി കുറച്ച് ഇപ്പം അതാണ് കേട്ടോ. അപ്പം കിടക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്തേണ്ട അതിന് ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് കാലാദ്യം ഒഴിഞ്ഞു തരണത് കേട്ടോ. കാല് ഒഴിഞ്ഞു തരും. അത് കഴിഞ്ഞ് ഞാൻ ചെരിഞ്ഞിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു തരും കേട്ടോ. എന്നിട്ട് കുട്ടിയെ ഇപ്പം സുഖമുണ്ടോ ചോദിക്കും. അപ്പം എനിക്ക് ചിലപ്പോൾ സുഖമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ വെറുതെ പറയും എന്ന് പറയും. അവർക്കൊരാശ്വാസമായിക്കോട്ടെ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ 3-4 ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആ അമ്മൂമ്മയുടെ ആ ഒരു ഇത് ഞാൻ ചിന്തിച്ചു. ആരും എനിക്കങ്ങനെ ചെയ്തു തന്നിട്ടില്ല, എൻ്റെ അമ്മൂമ്മ മാത്രമാണ് അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും അത്രയും വയ്യാതെ ഞാൻ കിടന്നത് കൊണ്ട് എനിക്ക് ആ നിമിഷങ്ങളിൽ ശരിക്കും ആ 2-3 ദിവസം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ചെയ്തു തരുമല്ലോ എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കങ്ങനെ ഒഴിഞ്ഞൊക്കെ തന്ന് മിക്കവാറും എനിക്ക് തലവേദന ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ സൈനസൈറ്റിസും മൈഗ്രെയിനൊക്കെ ഉള്ളത് കാരണം മിക്കവാറും തലവേദന ഉണ്ടാവും. അപ്പോൾ അമ്മൂമ്മ കുറേ കഴിഞ്ഞ് നെറ്റി ഒഴിഞ്ഞു തരും, അത് കഴിഞ്ഞ് ഊതി തരും കേട്ടോ. അപ്പം തലവേദന ഉണ്ടോ, കണ്ണ് പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പറയും. എന്നിട്ട് ഊതിയിട്ട് അത് പറയുന്നത് കേൾക്കാൻ നല്ല രസം. വത്ത് പിടിച്ച് നിൽക്കൊണ്ടിട്ട് പറയണേക്കാം, നല്ല രസം അത് കേൾക്കാനായിട്ട്. നമ്മൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ല, ഉറക്കെ പറയില്ലല്ലോ അവർ, അങ്ങനെയല്ലേ. അപ്പം അത് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പം നമുക്ക് ചിലവർക്ക് വാചാലമായിട്ട് സംസാരിക്കുന്നവരെ ചിലവർക്ക് പുച്ഛാണ്. നല്ല ഗൗരവമായിട്ട് ബുദ്ധിജീവികളെ പോലെ ഇരിക്കുന്നവരെയാണ് ചിലർക്ക് ഇഷ്ടാവുക. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന കാര്യങ്ങളിലും ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. കാരണം ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ കുട്ടി വന്നിരുന്നു, മറ്റേ കുട്ടികളൊക്കെ കലപില എന്ന് സംസാരിച്ചു, പക്ഷെ ആ കുട്ടി വന്നിട്ട് പോണ വരെ ഒരു അക്ഷരം മിണ്ടിയില്ല, അങ്ങനെ ഇരുന്നു, നല്ല കാര്യപ്രാപ്തിയും നല്ല അങ്ങനെയൊക്കെ ഉള്ള കുട്ടി നല്ല കളിക്കുട്ടി പോലത്തെ സ്വഭാവം നല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാചാലമായിട്ട് സംസാരിക്കുന്നവർ ഒരുപാട് അവർക്ക് മാനസികമായ വിഷമങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നവരായിരിക്കും കേട്ടോ. ഈ ഗൗരവത്തിലിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം. കാരണം എനിക്ക് എൻ്റെ കാര്യം, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതാച്ച എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ കാര്യം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഞാൻ പറയുന്നത് 98% പേരും അങ്ങനെയായിരിക്കും കേട്ടോ. കാരണം അവനവൻ്റെ മനസ്സിലെ വിഷമങ്ങൾ കളയാനായിട്ട് ഒരാളോട് പങ്കുവയ്ക്കാനോ ഒരാളോട് പറയാനോ കഴിയില്ലെങ്കിൽ ഏറ്റവും അവർക്ക് കഴിയുന്നൊരു കാര്യം അവരുടെ വാചാലത തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാചാലതയായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ അതിന് മുഴുവട്ടാ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാം, അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന രീതികളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരെ പറ്റി പറയുന്നത് പോലെ തന്നെയാണല്ലോ ഓരോരുത്തരും. ഇനിയിപ്പോൾ പല വ്യക്തികളുടെയും ജീവിതം അല്ലെങ്കിൽ പല വ്യക്തികളുടെയും സ്വഭാവങ്ങൾ പല രീതിയിലാണ്.
ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ സമ്പത്തിൻ്റെ മുകളിൽ ജനിച്ചാലും ജീവിച്ചാലും, എന്തൊക്കെ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും, നല്ലൊരു ജീവിതം കിട്ടുന്നവർക്ക് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ടും നല്ല ജീവിതം കിട്ടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ലാതെ നല്ല ജീവിതം കിട്ടുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ യോഗം ഭാഗ്യം പോലെ ജീവിതങ്ങളിൽ സുഖം സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നതും അതൊക്കെ ഓരോരുത്തരുടെ യോഗമാണ്. നമ്മൾ അതിലൊന്നും കടക്കണില്ല. ജീവിത സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ചിലവർക്ക് മനസ്സുകൊണ്ട് ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അതിനേതായിട്ട് കണ്ടുമുട്ടുന്ന ഒരു കാര്യം ഒരു വാചാലതയായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയായിരിക്കാം. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവരവരുടെ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാനും പെരുമാറാനും കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. തിരിച്ച് എൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും മുഖം കയറ്റി പിടിച്ച് മറ്റുള്ളവരോട് നമ്മൾ ദയം ദാക്ഷിണ്യമില്ലാതെ പെരുമാറി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മനസ്സുകൊണ്ട് തയ്യാറാവാത്തവർക്ക് അവർ സെൽഫിഷാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ എൻ്റെ സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് ജീവിതം സുഖമില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് മുഖം കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ സ്നേഹപൂർണ്ണമായ ഒരു പെരുമാറ്റം അല്ലേ? ഇതൊക്കെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ സമ്പത്തും അല്ലെങ്കിൽ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ജീവിതം നമ്മൾ ജീവിച്ചേ തീരുള്ളൂ അല്ലേ. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ജീവിതം എന്ന് പറഞ്ഞ പോലെ പലതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഭാര്യയും ഭർത്താവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരും ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നുമില്ലാതെ നല്ലൊരു ഭർത്താവിൻ്റെ വീട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്തൃ വീട്ടുകാരും ഭർത്താവും കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്ന് മാത്രം ചിന്തിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അധികം കൈ കടത്താതെ ജീവിക്കുകയാണ് പെൺകുട്ടികളുടെ അമ്മമാരും ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും നല്ലത് ചിന്തിക്കുക. പിന്നെ കഫക്കെട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് പറയട്ടെ. വാതം, പിത്തം, കഫം നമ്മുടെ ശരീരത്തിലേക്ക് ഇത് മൂന്നും ആവശ്യമാണ്. അപ്പോൾ ഈ മൂന്നും ആവശ്യമാവുന്നത് മാത്രം അതുപോലെ അധികമായാലും നമുക്ക് ദോഷം തന്നെയാണ്. അപ്പോൾ അധികമായ അമൃതം വിഷം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് തലയിലൊക്കെ കഫം അടിഞ്ഞുകൂടി, അതായത് കഴുത്തിന് മുകളിലേക്ക് കഫം നന്നായി അടിഞ്ഞു കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പരിധി വരെ എൻ്റെ മുടി കൊഴിയാനൊക്കെ കാരണങ്ങളും അതായിരിക്കാം ഞാൻ ചിന്തിക്കുന്നു. പിന്നെ ഞാൻ ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതും കൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കുറച്ചെങ്കിലും ഞാൻ ശ്രദ്ധ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലിനൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ടിപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പണ്ടൊരാൾ പറഞ്ഞ പോലെ കുറച്ച് 1-2 ദിവസം ഞാൻ മുടി നന്നായി നോക്കിയാൽ 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് വയ്യാതെ കിടക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ വയ്യാതെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടിപ്പുകളും കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം. കാരണം എനിക്ക് 100% അത് എഫക്റ്റായിട്ട് തോന്നിയ കാരണം കൊണ്ടാണ് ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്നും ആർക്കെങ്കിലും അതൊക്കെ ഒരു ഉപകാരമാവട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നെ ധൃതി പിടിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു അടുക്കളയിലത്തെ പണികൾ മാത്രമാണെങ്കിൽ പോലും എനിക്കത് നിങ്ങളായിട്ട് എടുത്ത് പങ്കുവയ്ക്കാനും അതൊക്കെ മതി വീഡിയോ ആയിട്ട്. പക്ഷേ ഞാൻ ധൃതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് സൗകര്യങ്ങൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും അങ്ങനെ എടുത്തോ പിടിച്ചോ വെച്ചിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനും പറ്റണില്ല കേട്ടോ. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് എനിക്ക് ഏട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ തുടങ്ങാനായിട്ട് കഴിഞ്ഞതും അങ്ങനെ തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് തുടങ്ങിയത് കൊണ്ടാണ് ഇന്നത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിപ്പോൾ എനിക്ക് എൻ്റെ മക്കളായിക്കോട്ടെ ആരെ അതെന്നെ വിലക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പലർക്കും ചിലപ്പോൾ അതിന് എതിർപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവുന്നവരുണ്ടായിരിക്കാം. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഞാൻ പറയുന്നില്ല,
നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് പോലും ചിലപ്പോൾ മുറിമുറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറുമില്ല. കാരണം എനിക്ക് സപ്പോർട്ട് തന്നത് എനിക്ക് ഏട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നമ്മളോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരായിരിക്കാം. എല്ലാവർക്കും ഒരേ കാര്യം അറിയണ്ടുള്ളൂ, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് മാത്രം. യൂട്യൂബിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം തന്നെയാണ് വരുമാനം കിട്ടുന്നത്. പക്ഷേ എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടില്ല. കാരണം നമ്മൾ വീഡിയോസ് മുടങ്ങാതെ ഇട്ടിട്ട് അതിന് വ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് വരുമാനം പെട്ടെന്ന് വർദ്ധിക്കുള്ളൂ. എനിക്കങ്ങനെ വീഡിയോസ് ദിവസം ഇടാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് എനിക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ല. അതുപോലെ തന്നെ അപ്പം വ്യൂസ് കുറവുണ്ടാവും. ചിലപ്പോൾ വീഡിയോസ് നല്ലതൊന്നും അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വ്യൂസ് കുറവുണ്ടായിരിക്കാം. പിന്നെ യൂട്യൂബിൻ്റെ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് പലർക്കും വ്യൂസ് കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് അങ്ങനെയൊക്കെ ഇടയിലൊക്കെ പെടുന്നത് കൊണ്ടും നമുക്ക് വ്യൂസ് കുറവ് വരുന്നതും അങ്ങനെ പലവിധ കാരണങ്ങളെ കൊണ്ടും നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ വരുമാനം എന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല. പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നതാണ്. കാരണം കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ. പണം എത്ര കിട്ടിയാലും ഇപ്പം നമുക്ക് ആവശ്യം തന്നെയാണ്. എനിക്കും ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് എനിക്കും പണം ഒരുപാട് ആവശ്യമുള്ള സമയങ്ങൾ തന്നെയാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ അത് കിട്ടിയ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല. എത്തിയാൽ മാത്രമല്ലേ അത് കിട്ടുള്ളൂ. നമ്മളത് എനിക്ക് കിട്ടണം എന്ന് വെച്ചിട്ട് ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ വൈറലാവണം എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടാൻ നമുക്കും പല രീതിയിലുണ്ട്. നമുക്ക് പല രീതിയിൽ വീഡിയോസ് ഇടാനായിട്ട് പറ്റും. പക്ഷെ അതൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതും അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ട് ഇട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അത് വേണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പോട്ടെ. പിന്നെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, ചോദിക്കുന്നവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ആ യൂട്യൂബ് ഉണ്ടല്ലേ ചാനൽ എങ്ങനെയാണ് കിട്ടിയ മോണിറ്റൈസേഷനായോ വരുമാനം കിട്ടി തുടങ്ങിയെന്ന് മാത്രമാണ് കൂടുതൽ പേർക്ക് അറിയേണ്ടത്. പക്ഷേ ഈ ചോദിക്കുന്നവർ ഓരോരുത്തരും എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്താൽ തന്നെ എനിക്ക് അത്യാവശ്യം വ്യൂസ് ആവും. അതെനിക്കറിയാം. എന്നാൽ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ആ യൂട്യൂബ് ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, അപ്പം ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. എന്നോട് പറഞ്ഞ ആൾക്കാരുടെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് ഇത്രയൊന്നും പോരാ. അതും എനിക്കറിയാം. എന്തോ ആവട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഒരാളോടും നമുക്ക് പരാതിയില്ല, പരിഭവമില്ല. എനിക്കൊന്നേ ഉള്ളൂ, മനസ്സമാധാനം വേണം, മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതം ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു മുതലിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഓർമ്മക്കുറവുള്ളത് കൊണ്ട് അമ്മ പലതും ചിലപ്പോൾ പറയുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്നോട് പലർക്കും പറയാം, ഒന്നും കേൾക്കണ്ട, മൈൻഡ് ചെയ്യണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടെന്ന് പറയാം. പക്ഷേ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടുകൾ വേറൊരാളെ എൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെരുമാറുക എന്താണെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. എനിക്ക് ഇത്രയൊക്കെ ചിലപ്പോൾ ക്ഷമയും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ എന്തൊക്കെ കേട്ടാലും കുറേയൊക്കെ മിണ്ടാതിരിക്കാനുള്ള ഒരു കഴിവും കിട്ടിയേക്കുന്നത് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റേതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ എന്നോ ഞാനൊരു മുഴുഭ്രാന്തിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ ഓരോന്ന് നമുക്ക് ഓരോ തിരിച്ചടികളും കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം നമ്മൾ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് ജീവിച്ചു പോകുക. അപ്പോൾ ഇങ്ങനെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.